വലിയ വലിയ രോഗങ്ങളുണ്ടല്ലോ, മാരകമായ രോഗങ്ങളുണ്ടല്ലോ, ക്യാൻസർ പോലെ, ട്യൂമർ പോലെ, പടച്ചവരെ മാരകമായ എത്രയോ രോഗങ്ങളുണ്ട്. അങ്ങനെയുള്ള രോഗങ്ങൾ അല്ലാഹു നിനക്ക് തരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. വലിയ വലിയ രോഗങ്ങളുണ്ടല്ലോ പടച്ചവനെ. ക്യാൻസർ എന്ന് പറയുന്ന രോഗം ഇന്ന് പനി പടരുന്നത് പോലെ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് പടച്ചവനെ. നാവിലെ ക്യാൻസർ. ഈ അടുത്തെവിടെയോ ഒരു സ്ഥലത്ത് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ ഒരു പ്രിയപ്പെട്ട പിതാവ് മിണ്ടുന്നില്ല. പടച്ചവനെ ചോദിച്ചപ്പോൾ ക്യാൻസർ നാവിൽ വന്നിട്ട് നാവ് മുറിച്ചു മാറ്റിയിരിക്കുകയാ. ഇന്നലെയാ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ വിളിച്ചത്, ഉസ്താദേ 7 മാസമേ പ്രായമുള്ളൂ, 7 മാസമേ പ്രായമുള്ളൂ, മജ്ജയിൽ ക്യാൻസറാണ് ഉസ്താദ്. 7 മാസം പ്രായമുള്ള എന്റെ പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യണേ. എന്റെ പ്രിയപ്പെട്ടവരെ, വായിക്കകത്ത് ക്യാൻസർ ഉള്ളവര്, അല്ലാ കുടലിലെ ക്യാൻസർ ഉള്ളവര്, മലദ്വാരത്തിലെ ക്യാൻസർ ഉള്ളവര്, എന്തൊരു വേദനയെന്നറിയുമോ, എന്തൊരു പ്രയാസമെന്നറിയുമോ. പാതിരാത്രി വീടിന്റെ അകത്ത് കിടന്നിട്ട് വേദന സഹിക്കാൻ കഴിയാതെ വാപ്പയും ഉമ്മയും കിടന്ന് കരയുന്നത് കാണുന്ന ചെറുപ്പക്കാരാ, മോനെ നിനക്കങ്ങനെ ഒരു ഗതി വരാതിരിക്കടോ. മാരകമായ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടോ. വലിയ വലിയ രോഗങ്ങൾ മാറണോ. അങ്ങനെയുള്ള മരുന്ന് കിട്ടാത്ത രോഗങ്ങൾ നിനക്ക് വരാതിരിക്കടോ. എഴുന്നേറ്റ് നിസ്കരിക്കടാ ചെറുപ്പക്കാരാ. പാതിരാത്രി 12 മണി വരെ 1 മണി വരെ കളിക്കാൻ നടക്കണ്ടവനല്ലോ. പോയി കിടന്ന് നേരത്തെ കിടന്നുറങ്ങിയിട്ട് 8 മണി അതാ ഇശാ കഴിഞ്ഞാൽ 9 മണിക്ക് മുമ്പേ കിടന്നുറങ്ങിയിട്ട് വെളുപ്പാകാലത്ത് 4 മണിക്ക് എഴുന്നേറ്റ് പടച്ചറപ്പിന്റെ മുന്നിൽ 2 റക്അത്ത് കൈകെട്ടിയിട്ട് നിസ്കരിച്ചാ നിന്റെ ശരീരം അറുത്തു മുറിക്കുന്ന രോഗങ്ങൾ അല്ലാഹു തരൂല. ശരീരത്തിന്റെ ഭാഗങ്ങൾ മുറിച്ചു മാറ്റുന്ന രോഗങ്ങൾ അല്ലാഹു തരൂല. കാസർഗോഡിന്റെ പരിസരത്തുള്ള ഈ ഭോവിക്കാനത്തിന്റെ പരിസരത്തുള്ള പെങ്ങള് പുതിയ പഠനം പറയുന്നത് എന്തെന്നറിയുമോ? എല്ലാ വീടുകളിലും ഒരു കുടുംബത്തിൽ ഒരു കിഡ്നിക്ക് രോഗമുള്ളവരുണ്ടെന്നാണ് പുതിയ പഠനം പറയുന്നത്. എല്ലാ കുടുംബങ്ങളിലും പടച്ചവനെ ഒരാളുടെ കിഡ്നി തകർന്നിരിക്കുകയാ. കിഡ്നി തകരുന്ന രോഗം, കിഡ്നിയെ ബാധിക്കുന്ന രോഗം വല്ലാതെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, ഒരു തുള്ളി മൂത്രം പോകാത്തൊരവസ്ഥയാടാ ചെറുപ്പക്കാരാ. എല്ലാത്ത പ്രയാസമാടാ. മൂത്ത് കുടിക്കുന്ന വെള്ളം പുറത്തു പോകാതെ വരുമ്പോ ഈ ശരീരം അങ്ങ് വിയർക്കുകയാണ്. പെണ്ണ് 9.5 മാസക്കാലം ഗർഭം ചുമന്ന കഥ പറയുന്ന പെണ്ണ്, അല്ലാ കിഡ്നി രോഗം പിടിച്ചവരെ കണ്ടിട്ടുണ്ടോ? അവരുടെ വയറുകൾ അങ്ങ് വല്ലാതെ വീർക്കുകയാണ്. ശരീരം മുഴുവനും നീരാവുകയാണ്. എന്തൊരു പ്രയാസമെന്നറിയുമോ പൊന്നുമോര്? മാറ്റിവെക്കണമെങ്കിൽ 15 ലക്ഷം രൂപയാ വേണ്ടത്. അല്ലാഹുവേ, 15ഉം 20ഉം 30ഉം ലക്ഷം രൂപയാണ് പടച്ചവനെയും ആവശ്യമാകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടണോ. പാതിരാത്രിയിലെ നമസ്കാരം നല്ലതാ. പാതിരാത്രിയിലെ നമസ്കാരം ഉപകാരപ്പെടുന്നതാ. 5ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? 5ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഇന്ന് നീ ഇവിടെ ഇരുന്നിട്ട് തീരുമാനിക്കണം, ഉസ്താദ് ഞാൻ തഹജ്ജുദ് നിസ്കാരം തുടങ്ങും ഉസ്താദ്, പടച്ചവനെ ഞാൻ നിസ്കരിക്കും ഉസ്താദ്, ഞാൻ ഇന്ന് മുതൽ നിസ്കരിക്കാൻ തീരുമാനിക്കുകയാ. എങ്കിൽ അല്ലാഹു തരുന്ന പ്രതിഫലം കേട്ടോ. മഹാനായ ജുനൈദുൽ ബഅദാദി റളിയല്ലാഹു തആല അൻഹു, ലോകമറിയുന്ന പണ്ഡിതനല്ലേ ജുനൈദുൽ ബഅദാദി. തങ്ങളെ അറിയാത്ത ആരാവുള്ളത്? പടച്ചവനെ, മഹാനാണല്ലോ, വല്ലാത്ത പണ്ഡിതനാണല്ലോ. മഹാനവറുകൾ അവിടെ നിന്ന് മരണപ്പെടുകയാണ്. അവിടുത്തെ ജനാസ കൊണ്ടുപോയി കബറടക്കുകയാണ്. മയ്യത്തടക്കി 8 ദിവസങ്ങൾ കഴിഞ്ഞു. ജുനൈദുൽ ബഅദാദി തങ്ങളുടെ ശിഷ്യന്മാരുണ്ടല്ലോ,
ഉസ്താദിനെ സ്വപ്നം കാണുകയാ. മരണപ്പെട്ടു പോയ ഗുരുനാഥനെ സ്വപ്നം കാണുകയാണ്. അവിടെ നിന്ന് സ്വപ്നം കണ്ടപ്പോ ശിഷ്യന്മാര് ചോദിക്കുന്നു, ഉസ്താദേ ഉസ്താദേ, മരിച്ചപ്പോ നിങ്ങളുടെ മുഖത്ത് വല്ലാത്ത പ്രകാശം കണ്ടല്ലോ. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹുവിനോട് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാര് സ്വപ്നത്തിൽ കണ്ടപ്പോ അവിടെ നിന്ന് ചോദിക്കുന്നു, ഉസ്താദേ മരിച്ചു കിടന്നിരുന്ന സമയത്ത് നിങ്ങളുടെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ, നിങ്ങളുടെ മുഖത്ത് വല്ലാത്ത ചിരിയായിരുന്നല്ലോ. ഉസ്താദേ മയ്യത്ത് കുളിപ്പിച്ചപ്പോ, മയ്യത്ത് പൊതിഞ്ഞപ്പോ, ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോ ശരീരത്ത് നിന്നൊരു സുഗന്ധം അടിച്ചു വീശിയല്ലോ. ജുനൈദുൽ ബഗ്ദാദി തങ്ങളോട് പറയുകയാണ്, അങ്ങയുടെ ശരീരത്തിൽ നിന്ന് ഒരു സുഗന്ധം ഇങ്ങനെ വല്ലാതെ അടിച്ചു വീശുന്നുണ്ടായിരുന്നു. എവിടെ നിന്നാ കിട്ടിയത്? അല്ലാഹ് ഈ പ്രതിഫലം തരാനുള്ള കാരണമെന്താ? 6 അടി മണ്ണിന്റെ അകത്ത് എങ്ങനെയുണ്ട്, ഖബറിന്റെ അകത്ത് എങ്ങനെയുണ്ട്, പുതിയ വീടിന്റെ അകത്ത് എങ്ങനെയുണ്ട്, എങ്ങനെയാണ് ഖബർ പെരുമാറിയത്? അവിടെ നിന്ന് ഗുരുനാഥനോട് ശിഷ്യന്മാര് ചോദിച്ചപ്പോ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയോ? പാതിരാത്രി നമസ്കരിച്ചതിന് അല്ലാഹു എനിക്ക് തന്ന പ്രതിഫലമാ. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറയുകയാ, മരിച്ചു കിടന്നപ്പോ എന്റെ മുഖം പ്രകാശിക്കാറ്, എന്റെ ചുണ്ടിൽ പുഞ്ചിരി വരാ, എന്റെ ശരീരത്തു നിന്ന് സുഗന്ധമടിച്ച് വീശാ. കാരണമെന്തെന്നറിയുമോ? അത് പാതിരാത്രിയിലെ നിസ്കരിച്ചതിന് പടച്ച റബ്ബ് തന്നതാ. പടച്ചവനെ, ഇതിനെക്കാലം എന്ത് പ്രതിഫലമാ വേണ്ടത്? ഇതിനെക്കാലം എന്ത് പ്രതിഫലമാണ് വേണ്ടത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇത് രഹസ്യമായിട്ടുള്ള ഇബാദത്താ, ഇത് രഹസ്യമായി ചെയ്യാൻ പറ്റുന്ന ഒരു സൽക്കർമ്മമാ. ഇത് നീയും അല്ലാഹു വല്ലാതെ മറ്റൊരാള് അറിയരുത്. ഇങ്ങനെ ഒരു അമല് നിന്റെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ കഴിഞ്ഞാ പടച്ചവന് നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടതാ, നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാണ്. ഇതുപോലെ ഒരു അമല് കരുതി വെക്ക്, ഇതുപോലെ ഒരു അമല് നിന്റെ ജീവിതത്തിൽ കരുതി വെക്ക്. അതല്ലെങ്കിലോ, ഒന്നെങ്കിൽ നിസ്കാരമാകട്ടെ, അല്ലെങ്കിൽ ഖുർആൻ പാരായണമാകട്ടെ, അല്ലെങ്കിൽ ദിക്റുകളാകട്ടെ, ഇങ്ങനെ എന്തെങ്കിലും ഒരു അമല് നിന്റെ ജീവിതത്തിൽ കരുതി വെച്ചോ. മഹാനായ ഖാതിമുൽ അസം റളിയല്ലാഹു തആല അൻഹു ശകീഖുൽ ബൽഖി എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഗുരുനാഥനോട് അവിടെന്ന് പറയുന്ന, ഉസ്താദേ 33 വർഷം കൊണ്ട് ഞാൻ പഠിച്ച 8 സൽക്കർമ്മങ്ങളിൽ ഒന്നാമത്തെ സൽക്കർമ്മം എന്തെന്നറിയുമോ? ആരെയൊക്കെ സ്നേഹിച്ചാൽ അവരൊക്കെ എവിടെ വരെ വരികയുള്ളൂ? ഇദാ വസല ഇലാ ഖബരിഹി, ഖബറിന്റെ ചാരത്ത് വരെ വരികയുള്ളൂ. അതുകൊണ്ട് ഞാൻ അവിടെന്ന് തീരുമാനിച്ചു, ആ ഖബറിന്റെ അകത്ത് കൂടെ വരുന്നവരെ സ്നേഹിക്കാ, എന്നെ സ്വർഗത്തിലെത്തിക്കുന്നവരെ സ്നേഹിക്കാൻ. അങ്ങനെ സ്നേഹിക്കാൻ തീരുമാനിച്ചു. അവരാരെന്നറിയുമോ? അല്ലാഹും അവന്റെ പ്രവാചകനും കഴിഞ്ഞാൽ ഈ ലോകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമാരെന്നറിയുമോ? അതാ പറയുകയാണ്, ഫജഅൽതുൽ ഹസനാതി മഹബൂബാ. സൽക്കർമ്മങ്ങളെ സ്നേഹിക്കാൻ പഠിച്ചു, സൽക്കർമ്മങ്ങളെ സ്നേഹിക്കാൻ തീരുമാനിച്ചു. ഇതാണ് ഞാൻ പഠിച്ച ഒന്നാമത്തെ അറിവെന്ന് പറയുമ്പോ, മഹാനായ ശകീഖുൽ ബൽഖി എന്ന് പറയുന്ന ഗുരുനാഥന്റെ കൺതടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാ. എനിക്കിങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ, എനിക്കിങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അവിടെ നിന്ന് ചോദിക്കുന്നു, മോനെ, രണ്ടാമത് പഠിച്ച
പഠിച്ചെടുത്ത അറിവേതാ? എനിക്കൊന്ന് പറഞ്ഞു തരുവോ? എനിക്കൊന്ന് പറഞ്ഞു തരുവോ? അല്ലാഹുവേ, ഞങ്ങൾക്ക് സൽക്കർമ്മങ്ങളെ സ്നേഹിക്കാൻ ഭാഗ്യം തരണേ അല്ലാ, ഭാഗ്യം തരണേ അല്ലാ. 33 കൊല്ലം കൊണ്ട് പഠിച്ചെടുത്ത ഒന്നാമത്തെ അറിവ് അതായിരുന്നു. അള്ളാഹു നമുക്കും പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്തിനെ സ്നേഹിക്കും? മഹാനായ ഖാതിമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു ശഖീഖുൽ ബൽഖി എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഗുരുനാഥനോട് അവിടുന്ന് ജീവിതത്തിൽ 33 വർഷം കൊണ്ട് പഠിച്ചെടുത്ത രണ്ടാമത്തെ അറിവെന്താണെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞത് എന്തെന്നറിയുമോ? ഉസ്താദേ, ഞാൻ ജനങ്ങളിലേക്ക് നോക്കുമ്പോ ജനങ്ങളാണെങ്കിൽ ഓരോ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുകയാ. എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുകയാണ്. എല്ലാവരും പടച്ചവനെ പണം സൂക്ഷിക്കുന്നവരുണ്ട്, സ്വർണം സൂക്ഷിച്ചു വെക്കുന്നവരുണ്ട്, പല പല വിലപിടിപ്പുള്ള സാധനങ്ങൾ എല്ലാവരും ഇങ്ങനെ ആർക്കും കൊടുക്കാതെ പാവപ്പെട്ടവർക്ക് കൊടുക്കൂല, യതീമീങ്ങൾക്ക് കൊടുക്കൂല, പള്ളികൾക്ക് കൊടുക്കൂല, മദ്രസകൾക്ക് കൊടുക്കൂല, തന്റെ കൂടപ്പറപ്പുകൾക്ക് കൊടുക്കൂല, സ്വന്തം മാതാപിതാക്കൾക്ക് പോലും കൊടുക്കില്ല. എല്ലാവരും പണം ഇങ്ങനെ കൂട്ടിവെക്കുകയാണ്, എല്ലാവരും സമ്പത്ത് ഇങ്ങനെ കൂട്ടിവെക്കുകയാണ്. പലരും ആർക്കും കൊടുക്കുന്നത് ഞാൻ കാണുന്നില്ല. അപ്പോഴാണ് ഉസ്താദ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ കാണുന്നത്. അപ്പോഴാണ് ഉസ്താദ് ഒരായത്ത് പറഞ്ഞു തരുന്നത്. ജനങ്ങൾ മുഴുവനും പണം ഇങ്ങനെ കൂട്ടിവെക്കുകയാണ്. പടച്ചവരെ 99 എത്തിയവന് 100 രൂപയാക്കാറ്, 999 ആയവൻ 1000 ആക്കാറ്, പടച്ചവനെ ഇങ്ങനെ ലക്ഷങ്ങളാക്കാറ്. ജനങ്ങൾ മുഴുവനും സമ്പത്തുകൾ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുകയാ. അപ്പോഴാണ് ഉസ്താദ് ഖുർആനിലെ ഒരായത്ത് പറഞ്ഞു തരുന്നത്. ഏതായത്തെന്നറിയുമോ? മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ. കൂട്ടിവെക്കുന്നവര്, സമ്പത്ത് ആർക്കും കൊടുക്കാതെ ശേഖരിച്ചു വെക്കുന്നവരോട് എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അള്ളാന്റെ ഖുർആനാ പറയുന്നത്, അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. അല്ലാഹു പറഞ്ഞത് എന്തെന്നറിയുമോ? മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ്. അല്ലാഹു പറയുകയാ, നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം തീർന്നു പോകും. നിങ്ങൾ എവിടെ കൊണ്ടുവച്ചാൽ, ഏത് ലോക്കറിന്റെ അകത്ത് വെച്ചാൽ, എവിടെ സൂക്ഷിച്ചു വെച്ചാൽ, നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം ഒരു ദിവസം തീർന്നു പോകുമെന്ന് പറയുന്നത് അല്ലാഹുവാ. അല്ലാഹു പറയുകയാ, വമാ ഇൻദല്ലാഹി ബാഖ്. എന്റെ കയ്യിലുള്ളത് തീരൂല, അല്ലാഹുവിന്റെ കയ്യിലുള്ളത് തീരൂല. മനുഷ്യ, നീ ഉണ്ടാക്കുന്നത് മുഴുവനും തീർന്നു പോകുമടാ, എല്ലാം നഷ്ടപ്പെട്ടു പോകുമടാ. പക്ഷേ അല്ലാഹുവിന്റെ കയ്യിലുള്ളത് എന്നും അവശേഷിക്കുന്നതാ. അതുകൊണ്ട് ഉസ്താദേ, ഞാൻ എന്റെ കയ്യിലുള്ളത് അല്ലാഹുവിന് കൊടുക്കാൻ തീരുമാനിച്ചു. ഞാൻ പഠിച്ച രണ്ടാമത്തെ അറിവ്, ഞാൻ എന്തൊക്കെ സൂക്ഷിച്ചു വെച്ചാലും ഒരു ദിവസം തീർന്നു പോകും, എല്ലാം എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തീരാത്ത ഒരു കയ്യേ ഉള്ളത് അല്ലാഹുവിന്റെ അടുക്കലാ. അല്ലാഹുവിന്റെ കയ്യിലുള്ളത് ഒരിക്കലും തീരില്ല. അത് ഒരിക്കലും തീ കൊണ്ടുപോകില്ല, ഒരിക്കലും കള്ളം കൊണ്ടുപോകൂല, ഒരിക്കലും വെള്ളം കൊണ്ടുപോകൂല, അത് ഒരിക്കലും നശിച്ചു പോകില്ല. അല്ലാഹുവിന്റെ കയ്യിലുള്ളത് എന്നും അവിടെ അവശേഷിക്കുന്നതാ. അതുകൊണ്ട് ഉസ്താദേ, എന്റെ കയ്യിലുള്ളത് അല്ലാഹുവിന്റെ കയ്യിൽ കൊടുക്കാൻ തീരുമാനിച്ചു. ശിഷ്യൻ പറയുകയാ, ഞാൻ നോക്കുമ്പോ ജനങ്ങള് അവർക്ക് ഇഷ്ടപ്പെട്ട പണവും സ്വർണവും സമ്പാദ്യവും എല്ലാം സൂക്ഷിച്ചു വെക്കാം, എല്ലാവരും കിട്ടുന്നത് സൂക്ഷിച്ചു വെക്കാം. പക്ഷേ ഞാൻ ഖുർആനിലെ ഒരു ആയത്ത് കണ്ടു. എന്താ അവിടെ നിന്ന് പറയുന്നു? മാ ഇൻദകും യൻഫദു. എന്റെ കയ്യിലുള്ളതൊക്കെ തീർന്നു പോകും. സിറാജ് എങ്ങനെയൊക്കെ കടന്നുണ്ടാക്കുന്നത് മുഴുവനും ഒരു ദിവസം തീരും.
പക്ഷെ അള്ളാഹുടെ കയ്യിലുള്ളത് അവിടെ തന്നെ ഇരിക്കും. അപ്പൊ ആ ചങ്ങാതി പറയാ, ഖാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്റെ കയ്യിലുള്ളത് അള്ളാഹുടെ കയ്യിൽ സൂക്ഷിക്കാൻ വേണ്ടി കൊടുക്കാൻ തീരുമാനിച്ചു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അത്ര സത്യല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഏത് ബാങ്കിലിട്ടാലും ഏത് ലോക്കറിൽ വെച്ചാലും ഒരു ദിവസം പോകും. എന്നാൽ അള്ളാഹുവിന്റെ കയ്യിൽ കൊടുത്ത ആ ലോക്കറിൽ അള്ളാഹു സേഫായിട്ട് വെച്ചിരിക്കും. കള്ളം കയറൂല. തീ വരുവോ, മഴ വരുവോ, മോടി വരുവോ, ഇൻകം ടാക്സ് വരുവോ, ഒന്നും വരൂല. അതവിടെ തന്നെ ഉണ്ടാകും. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹ് നിനക്ക് തരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഖാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അതുകൊണ്ട് എൻ്റെ കയ്യിൽ എന്ത് കിട്ടിയാലും ഞാൻ കൊടുത്തേക്കും, എല്ലാം കൊടുത്തേക്കും. ഒന്നും ഞാൻ സൂക്ഷിച്ചു വെക്കാറില്ല. എൻ്റെ കയ്യിൽ കിട്ടുന്നത് ഞാൻ പാവങ്ങൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മളോ പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിക്കകത്തുനിന്ന് വല്ലതും വാരാനുണ്ടെങ്കിൽ അതുകൂടെ വാരിയെടുക്കും. കോടിക്കണക്കിന് രൂപയുണ്ട്. എന്നാ പാവപ്പെട്ടവന്റെ വീട്ടിൽ കയറി പോകാൻ ഒരു ഇത്തിരി വഴി വേണം. ഏക്കർ കണക്കിനുള്ളവനാ കാക്ക ഒരു ഇത്തിരി സെന്റ് കൊടുക്കൂല. എടാ, നിനക്ക് ഏക്കർ കണക്കിന് ജാഗ അടക്കുന്നില്ലേ? ഒരു പാവപ്പെട്ടവൻ, വീടില്ല, കൂരയില്ല, ഒരു വീട് ഞങ്ങൾ വെച്ചു കൊടുക്കാം, ഒരു ഇത്തിരി 5 സെന്റ് തരുമോ? എനിക്ക് കബർ കുഴിക്കാനുള്ളത് അതിനകത്ത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തേ സഹോദര ചിന്തിക്കാത്ത? എടാ പൊന്നാര ചങ്ങാതി, നമ്മളൊക്കെ എത്ര ഉണ്ടാക്കിയാലും പോകൂലേ? എത്ര സമ്പാദിച്ചു വെച്ചാലും പോകൂലേ? എന്തേ നിനക്ക് തിരിയാത്തത്? എന്തിനട വഴുത് വെക്കണേ? നിന്റെ ഉപ്പാനെ ചിന്തിച്ചാ പോരെ. എത്ര ആസ്തി ഉണ്ടായിരുന്നു വാപ്പായ്ക്ക്. എന്റെ വാപ്പ വലിയ അംബാനിയൊന്നും ആയിരുന്നില്ല. പോയപ്പോ 3 കഷ്ണം തുണിയും കൊണ്ടാ പോയെ. ഞാൻ കണ്ടതാ. ഞങ്ങൾ വാങ്ങിക്കൊടുത്ത 3 കഷ്ണം തുണിക്കകത്ത് പൊതിഞ്ഞു കുറച്ചു പഞ്ഞിയും മൂക്കി വെച്ച് ഇത്തിരി അത്തറും തേച്ചിട്ട് പോയി. എനിക്കിതിനെക്കാളും വലിയ ഉപദേശം തരാൻ ലോകത്താരെങ്കിലുണ്ടാ? എനിക്കിതിനെക്കാളും ഉപദേശം തരാൻ ലോകത്താരെങ്കിലുണ്ടാ? അമിനത്ത, നീ സ്വർണ്ണ വിട്ടിട്ട് പ്രായം എപ്പോഴും ചെവിയിൽ അടുക്കിയിട്ടിരിക്കുക, 18-ാം പടി പോലെ. പ്രായം ചെന്ന് 60-50 വയസ്സായി. നീ ആർക്കെങ്കിലും കൊടുക്കാറുണ്ടോ? ഇല്ല. എന്നാ നിന്റെ ഉമ്മ മരിച്ചപ്പോ ആദ്യം ഊരിയത് മോതിരമായിരുന്നില്ല. നീ എന്താ ചിന്തിക്കാത്ത? അള്ളാഹു എന്നാ എന്റെ ഉമ്മായിക്ക് ഒരു സ്വർണ്ണം ഇട്ടേക്കാന്ന് വിചാരിച്ച് നീ ഇട്ടുകൊടുത്തോ? എന്നിട്ട് ആ ഊരിയെടുത്തത് വിഹിതം വെച്ചെടുത്തവരല്ലേ നിങ്ങൾ? ചിന്തിക്ക്. ഉമ്മാടെ ശരീരത്ത് കിടന്ന സ്വർണത്തിന് പോലും എനിക്ക് വേണം, എനിക്ക് എന്നെ കെട്ടിച്ചു വിട്ടപ്പോ എനിക്ക് തിരികെ തന്നുള്ളൂ, അവന് കൂടുതൽ കൊടുത്തു, ഇവന് കൂടുതൽ, അതും വാരാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയാ, ബാങ്കിൽ കൊണ്ടിട്ട ചിലർ കൊണ്ടല്ലോ, കൊണ്ടുപോയിട്ട് സ്വർണ്ണക്കടയെ കൊണ്ടുപോയിട്ട് ലക്ഷങ്ങളിടും, അവസാനം എത്തിക്കാനില്ലാകും. എന്തിനാ കൊണ്ടിട്ടത്? കൂടുതൽ കിട്ടാൻ. ചെയിൻ ബിസിനസ്, പിന്നെ ചെയിൻ ബിസിനസ്, പല ബിസിനസ്സും പൊട്ടി. പലരും കൊണ്ടിട്ട് എൻ്റെ ഒരു ചങ്ങാതി, ഞാൻ റസാഖ് ഉസ്താൻ അറിയാം, നമ്മുടെ ഒരു സുഹൃത്ത് കൊണ്ടുപോയി 18,000 എങ്ങാണ്ട് ഇട്ട് കുറച്ച് പൈസ കിട്ടി. എന്തോ ഒരു ബിസിനസ് എൻ്റെ അടുത്തും പറഞ്ഞു, എടാ സിറാജ്, ഇങ്ങനൊരു ബിസിനസ് ഉണ്ട്, നല്ലതാ, ഹലാല, ഇട്. ഞാൻ പറഞ്ഞു, എടാ പോകും. എൻ്റെ ഒരു സുഹൃത്ത് റസാഖ് ഉസ്താൻ്റെ അടുത്തും ഞാൻ പറഞ്ഞടാ പൊന്നാര ചങ്ങാതി ഇടരുത്. ഇല്ലടാ, 18,000 രൂപ കിട്ടിയടാ. കുറച്ചു നാൾ മുമ്പ് കണ്ടപ്പോ പടച്ചവനെ മുഖത്ത് വല്ലാത്ത വിഷമം. ചോദിച്ചപ്പോ പറഞ്ഞു 35,000 പോയെന്ന്. പോയി. എന്തുകൊണ്ട് സഹോദര? എടാ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടും. എന്തിനാ നീ ആർത്തി കാണിക്കണേ? നിനക്കല്ല എഴുതിയതല്ലേ നിനക്ക് കിട്ടൂ. നിനക്കല്ല എഴുതിയതല്ലേ നിനക്ക് കിട്ടും. നീ എന്തിനാ ഈ ആർത്തി കാണിക്കണേ? എന്റെ പൊന്നു സഹോദര, എടാ, സമാധാനത്തോടെ സന്തോഷത്തോടെ നീ വിചാരിക്കുന്നു ഏറ്റവും വലിയ സമ്പത്ത് കിട്ടുന്നവനാ സമ്പന്നനെന്നല്ല. അത് നിന്റെ തെറ്റിദ്ധാരണയാ. എന്റെ താത്താമാര് വിചാരിക്കണം പൈസ ഉള്ളവനാണ് ഏറ്റവും വലിയവൻ. അല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ല, വറള ബിമാ ഖസമല്ലാഹു ലക തകുന്ന ഗിനന്നാസ്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരെന്നറിയുമോ? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവനാടാ രാജാവ്. എടാ, അംബാനിക്ക് കോടികളുണ്ട്, ഓന് തന്നെ അറിയില്ല എത്ര കോടിയുണ്ടെന്നും. എന്നിട്ട് അവൻ എന്തൊക്കെ കൈയിട്ട് വരുന്നാലോചിക്ക്. എന്തൊക്കെ വഴികൾ ഉണ്ടാക്കുന്നു. ഈ കർഷകന്മാരൊക്കെ പോയി ഡൽഹി കിടക്കേണ്ട ഗതി വന്ന എന്തുകൊണ്ടാ? അന്നാ എനിക്ക് ഇത്രയും ഉണ്ടല്ലോ, പോട്ടെ എന്നല്ല, എനിക്ക് കോടികളുണ്ട്, പോകട്ടെ എന്നല്ല, വീണ്ടും വാരിക്കൂട്ടാനാ നോക്കുന്നേ. സമ്പന്നൻ അങ്ങനെ. യഥാർത്ഥത്തിൽ സമ്പന്നൻ എന്ന് പറഞ്ഞാൽ ആരാ? പണമുള്ളവനല്ലടാ. കേറിക്കിടക്കാൻ കൂരയാണെങ്കിലും തലചായ്ക്കാൻ ഒരിടമുണ്ടല്ലോ. അൽഹംദുലില്ലാ. കഞ്ഞി. ഈ നിങ്ങൾ നോക്ക്, ഈ റോഡ് പണിക്ക് പോകുന്ന ബംഗാളികളും തമിഴ്നാട്ടുകാരെ കണ്ടിട്ടുണ്ടാ? അവരാണ് രാജാക്കന്മാര്. പടച്ചോൻ, അവർക്ക് ലോകത്ത് ആരോടും അസൂയയില്ല, അവർക്കൊരു പരാതിയില്ല. ഓന് മാത്രം അള്ള കൊടുത്തു, എനിക്ക് ഒന്നുമില്ല. ഭാര്യയും ഭർത്താവും കൂടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യും. 1,000 രൂപ കിട്ടും. ഏതെങ്കിലും തട്ടുകടയിൽ പോയി 2 ദോശയും ഓംപ്ലേറ്റും തിന്നിട്ട് വല്ല കടത്തിണ്ണയിൽ ഉടുത്തിരിക്കണം, മുണ്ട് ഉരിഞ്ഞ് ഉടുത്തിങ്ങോട്ട് പുതച്ചിട്ട് കിടന്നുറങ്ങാ. ഓൻ എന്താർത്തി!
അവനാടാ സമാധാനം. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കല്ലാതെ വാരിക്കൂട്ടി വെക്കലല്ല. വാരിക്കൂട്ടി വെക്കുന്നത് കൊണ്ട് നിനക്കെന്ത് നേട്ടമാ? നീ വിചാരിക്കുന്നു നിന്റെ കയ്യിൽ ഒരുപാട് സമ്പത്തുണ്ടെങ്കിൽ നാട്ടുകാർ മുഴുവൻ നിന്നെ അറിയുമെന്ന്. ഇല്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ എന്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക് പഠിക്കാൻ ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് വാഴ നിർത്തുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ ജിബ്രീൽ എന്ന് പറയുന്ന മലക്കും രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭോവിക്കാനത്തുള്ള ഓരോ സമ്പന്നനും കേട്ടോ, വലിയ വീടുണ്ടെങ്കിൽ എല്ലാവരും നിന്നെ അറിയുമെന്ന് നീ കരുതുന്നെങ്കിൽ, ഒരുപാട് പണമുണ്ടെങ്കിലേ നിന്നെ എല്ലാവരും അറിയുകയുള്ളൂ. ബെൻസ് കാറും ഓടി കാറുമുള്ളവനെ എല്ലാവരും അറിയുകയുള്ളൂ എന്നാണ് നീ കരുതുന്നതെങ്കിൽ ഈ ചരിത്രം നിനക്കൊരു പാഠമാണ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂദാ പ്രവാചകനും ജിബ്രീൽ അലൈഹിസ്സലാം രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ പടച്ചവനെ ഒരു പാവപ്പെട്ട സ്വഹാബി ഇങ്ങനെ നടന്നു പോവുകയാണ്. ഒരു പാവപ്പെട്ടവനായ സ്വഹാബി ഇങ്ങനെ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് അതാ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നത് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കാ. റസൂലുള്ളാഹി തങ്ങൾ അത്ഭുതമായി അവിടെന്ന് ചോദിക്കുന്നു, ജിബ്രീലേ, അത് അബൂദറാണെന്ന് നിനക്ക് എങ്ങനെ അറിയാ? എന്റെ അബൂദറിനെ നിനക്ക് എങ്ങനെയാ പരിചയമുള്ളത്? അബൂദറിന്റെ പേര് നിനക്ക് എങ്ങനെ അറിയാ? ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, അബൂദറിനെ അറിയാത്ത ഒരു മലക്കും ഇല്ല നബിയേ. ആകാശ ലോകത്തുള്ള ഏത് മലക്കിനോട് ചോദിച്ചാലും അബൂദറിന്റെ പേര് പറയും നബിയേ. കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുകയാ, അബൂദർ എന്ന് പറയുന്ന പാവപ്പെട്ട സ്വഹാബിയെ അല്ലാഹുവിന്റെ മലക്കുകൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിൽ അങ്ങനെ അമലുകൾ എന്താണ് ജീവിതത്തിൽ ചെയ്തതെന്നറിയുമോ? അബൂദറിന്റെ മലക്കുകൾ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തെന്നറിയുമോ? അബൂദർ ഒരു പരിത്യാഗിയായിരുന്നു. പടച്ചവനെ, തന്റെ കയ്യിൽ എന്ത് കിട്ടിയാൽ അത് വൈകുന്നേരമാകുന്നതിന് മുമ്പേ പാവങ്ങൾക്ക് കൊടുക്കുന്ന സ്വഹാബിയാ. ഒന്നും സൂക്ഷിച്ചു വെക്കാറില്ല, ഒന്നും കയ്യിൽ കരുതി വെക്കാറില്ല. എന്ത് കിട്ടിയാലും പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. ആരെങ്കിലും വലിയ വീട് പണിതാൽ, ആരെങ്കിലും സമ്പത്ത് കൂട്ടിവെച്ചാൽ അബൂദറിന് സഹിക്കില്ലായിരുന്നു. വീടിന്റെ മുന്നിൽ പോയിട്ട് പറയും, നാളെ ഇത് മുഴുവനും നിന്റെ കഴുത്തിൽ അല്ലാഹു തീയുടെ മാലയായിട്ടിട്ട് തരുമടാ. പടച്ചവനെ, അബൂദറിനെ കൊണ്ട് ജനങ്ങൾക്ക് മുഴുവനും വല്ലാത്ത ഉപദ്രവമായിരുന്നു. അബൂദർ അങ്ങനായിരുന്നു. അങ്ങനെ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ നാട് കടത്തുകയായിരുന്നു എന്ന ചരിത്രം പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു പാവപ്പെട്ടവനായിരുന്നു. അവസാനം പടച്ചവനെ, ആരാരുമില്ലാത്ത ഒരു മരുഭൂമിയില് ഒറ്റയ്ക്കൊരു ചെറിയ കുടില് കെട്ടിയിട്ട് ഭാര്യയും മക്കളുമായിട്ട് അബൂദർ റളിയല്ലാഹു തആല അൻഹു അവിടെയാണ് താമസിച്ചു കൊണ്ടിരുന്നത്. അവസാനം അബൂദർ റളിയല്ലാഹു തആല അൻഹു മരണത്തിന്റെ സമയമെടുത്തപ്പോ തന്റെ മക്കളെ എല്ലാവരെയും അടുത്ത് വിളിക്കുകയാ. തന്റെ മക്കളെ എല്ലാവരെയും അടുത്ത് വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, മക്കളെ, നിങ്ങൾ വാപ്പാനെ വെറുക്കല്ലേ. വാപ്പാനോട് നിങ്ങൾക്ക് ദേഷ്യം തോന്നരുത്. വാപ്പ നിങ്ങൾക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചു വെച്ചിട്ടില്ല. വാപ്പ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ല. വാപ്പ കള്ളുകുടിയനായിരുന്നില്ല, വ്യഭിചാരിയായിരുന്നില്ല. വാപ്പായ്ക്ക് കിട്ടിയത് മുഴുവനും പാവങ്ങൾക്ക് കൊടുത്തതാണ്. വാപ്പ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ല. അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, വാപ്പയുടെ അവസ്ഥ എന്തെന്നറിയോ? വാപ്പ മരിച്ചുപോയാൽ കഫൻ തുണി വാങ്ങാൻ പോലും പാടം കയ്യിൽ ഒരു 5 നയാ പൈസ ഇല്ല മക്കളെ.
അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചിരുത്തിയിട്ട് പറയുകയാണ്, വാപ്പ പാവപ്പെട്ടവനാണ്, ഉപ്പ മരിച്ച കഫം തുണി വാങ്ങാൻ പോലും 1 രൂപ എന്റെ കയ്യിലില്ല, 1 രൂപ പോലും എടുക്കാൻ എന്റെ കയ്യിലില്ല. മക്കളെ, ഒരു നല്ല വസ്ത്രം ഈ വീടിന്റെ അകത്തില്ല. ഉപ്പാട മയ്യത്ത് പുതിയ കീറാത്ത ഒരു വസ്ത്രം ഈ വീടിന്റെ അകത്തില്ല. നിങ്ങളുടെ വാപ്പ അത്രയും പാവപ്പെട്ടവരാ. വിഷമിച്ചിരിക്കുന്ന മക്കളോട് അബൂദർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് എന്തെന്നറിയോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം, എന്നിട്ട് ചുമന്നു കൊണ്ടുപോയി വഴിയിൽ വെക്കണം. മരുഭൂമിയിലെ വഴിയിൽ കൊണ്ടുപോയി എന്റെ മയ്യത്ത് വെക്കണം. ഉംറ കഴിഞ്ഞു വരുന്ന ആരെയെങ്കിലും കണ്ടാ അവരോട് പറയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയാ, കഫം തുണി വാങ്ങാൻ പോലും പൈസയില്ല, കഫം പൊതിയാൻ ഒരു നല്ല തുണിയുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ എന്നെ പൊതിഞ്ഞിട്ട് കബറടക്കാൻ പറയണേ മക്കളെ. അബൂദർ റളിയല്ലാഹു തആല അൻഹു മരിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്റെ പൊന്നാര മക്കളെ വിളിച്ചിട്ട് കൊടുത്ത ഉപദേശമിതാ, ഉമ്മാ, നിന്റെ മക്കളെ വിളിച്ച് മടിയിലിരുത്തിയിട്ട് നീ പണമുണ്ടാക്കാനുള്ള എളുപ്പവഴിയാ പറഞ്ഞു കൊടുക്കുന്നത്. നീ പണമുണ്ടാക്കാനുള്ള എളുപ്പവഴി പറഞ്ഞു കൊടുക്കുമ്പോ അബൂദർ എന്ന് പറയുന്ന സ്വഹാബി മരിക്കുന്നതിന് മുമ്പ് പൊന്നാര മക്കളെ അടുത്ത് പിടിച്ചിരുത്തിയിട്ട്, വാപ്പാടെ കയ്യിലൊന്നുമില്ല മക്കളെ, പാപ്പ പാവപ്പെട്ടവനാണ്, വാപ്പയുടെ അവസ്ഥ എങ്ങനെ വിശദീകരിച്ചു കൊടുക്കുകയാ? അവിടെ നിന്ന് പടച്ചവനെ ലോകത്തോട് യാത്ര പറഞ്ഞു. മക്കള് മയ്യത്ത് കുളിപ്പിച്ചു. എന്നിട്ട് വാപ്പാടെ ജനാസ ചുമന്നുകൊണ്ട് മരുഭൂമിയിലെ വഴിയിൽ കൊണ്ടുവച്ച് കാത്തു നിൽക്കുകയാ. മണിക്കൂറുകൾ കഴിഞ്ഞു, ആരെയും കാണുന്നില്ല, ഒരു മനുഷ്യനെയും കാണുന്നില്ല. അവസാനം നോക്കുമ്പോ ഉംറ കഴിഞ്ഞൊരു സംഘം വരികയാ. പടച്ചവനെ, മക്കളോടുകയാട് ഓടിച്ചെന്നിട്ട് പറയുന്നു, ഈ കിടക്കുന്നത് ഞങ്ങളുടെ പിതാവാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയാ. കഫം തുണിയാൻ തുണിയില്ല, കഫം പൊതിയാൻ തുണിയില്ല, വാങ്ങാൻ പൈസയുമില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ ഞങ്ങളുടെ ഉപ്പാനവൊന്ന് കഫം പൊതിഞ്ഞിട്ട് കബറടക്കടേ. മക്കളവിടെന്ന് പറയുമ്പോ ആ സംഘത്തിന്റെ നേതാവാരായിരുന്നെന്നറിയുവോ? മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. അവിടെന്ന് ചിന്തിച്ചു പോയി, റബ്ബേ, ഇത്രയും ദരിദ്രനായ സ്വഹാബി ആരാ? കഫം തുണി പോലും വാങ്ങാൻ ഗതിയില്ലാത്ത ഇത്രയും ദരിദ്രനായ സഹാബി ആരാ? മുഖത്തിട്ടിരിക്കുന്ന തുണി അങ്ങ് ഉയർത്തുമ്പോ സൽമാന് തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? സദഖ റസൂലുള്ളാഹ്, എന്റെ മുത്തുനബി പറഞ്ഞത് സത്യമാ, എന്റെ മുത്തുനബി പറഞ്ഞത് സത്യമാ. അബൂദറിനെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിരുന്നു, ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്, ഒറ്റയ്ക്കാണ് മരിക്കുന്നത്, ഒറ്റയ്ക്കാണ് കബറടക്കുന്നത്, നാളെ ഒറ്റയ്ക്കാണ് എഴുന്നേറ്റ് വരുന്നത്. ഇത് അല്ലാഹുവിന്റെ പ്രവാചകന് പണ്ടേ പറഞ്ഞിരുന്നു. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, ഈ സഹാബിയെ എനിക്കറിയാമെന്ന് ജിബ്രീൽ പറയാറുള്ള കാരണം ഇതായിരുന്നു. ഇങ്ങനെ ജീവിച്ചവരാ, ഇങ്ങനെ ജീവിച്ചവരാ, എന്ത് കിട്ടിയാലും പാപങ്ങൾക്ക് കൊടുക്കുന്നവനാ, നിന്നെ പോലെ വാരിക്കൂട്ടി വെക്കുന്നവനല്ല. പാവപ്പെട്ടവനെ ആട്ടി ഓടിക്കുന്നവനായിരുന്നില്ല. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, അല്ലാഹുവിന്റെ കയ്യിൽ കൊടുക്ക്, അല്ലാഹുവിന്റെ കയ്യിൽ കൊടുക്ക്. നാളെ പടച്ച റബ്ബ് നിനക്ക് തിരിച്ചു തരുമല്ലോ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ് മൻ തസദ്ദഖ ബിഇബിദിൽ തംറത്തിൻ മിൻ ഖസ്ബി തയ്യിബ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവേ ഒരു ഈത്തപ്പഴമാകട്ടെ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ അല്ലാഹുവിന്റെ കയ്യിൽ കൊടുത്താ, പാവപ്പെട്ടവർക്ക് വീട് വെക്കുന്നതിന് വേണ്ടി സദഖ കൊടുത്തവരുണ്ടല്ലോ, ആ കൊടുത്തത് വെറുതെയല്ല, അല്ലാഹു വലത് കൈ കൊണ്ട് സ്വീകരിക്കുകയാ, അല്ലാഹു തന്റെ വലത് കൈ കൊണ്ട് സ്വീകരിക്കുകയാണ്. എന്നിട്ടോ സുമ്മയുറബ്ബീലി സ്വാഹിബിഹാ, അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ഒട്ടകത്തിന്റെ കുഞ്ഞിനെ വളർത്തുന്നത് പോലെ അല്ലാഹു അതിനെ ഇങ്ങനെ വളർത്തുകയാണ്. ആ ഒട്ടകത്തിന്റെ കുഞ്ഞിനെ വളർത്തുന്നത് പോലെ നീ കൊടുത്ത സദഖയെ അല്ലാഹു വളർത്തുകയാ. എന്നിട്ട് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അല്ലാഹുവേ മീസാൻ എന്ന ത്രാസിന്റെ മുന്നിലെത്തുമ്പോ പർവ്വതത്തോളം വലിപ്പമുള്ളതാക്കി അല്ലാഹു നീ കൊടുത്ത 1 രൂപ നിനക്ക് തിരിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പാവങ്ങളെ മറന്നു പോകരുത്, യതീമീങ്ങളെ മറന്നു പോകരുത്, വിധവകളെ മറന്നു പോകരുത്, ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ ഗതിയില്ലാത്ത രോഗികളെ മറന്നു പോകരുത്. നിന്റെ കുടുംബത്തിൽ എത്രയോ പാവങ്ങളുണ്ട്, പ്രയാസത്തിൽ കഴിയുന്നവരുണ്ട്, അവരെ നിങ്ങൾ മറക്കല്ലേ, അവരെ നിങ്ങൾ മറക്കല്ലേ. ഈ എല്ലമീനിന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, ആരൊക്കെ എന്ത് പറഞ്ഞാലും തോറ്റു കൊടുക്കല്ലേടാ, മറുപടി കൊടുക്കാ നിൽക്കല്ലേ. ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ മുന്നോട്ട് തന്നെ പോകട്ടെ. അല്ലാഹു നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ പ്രതിഫലം എന്തെന്നറിയോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ, അസ്റായിലിനെ കണ്ണുകൊണ്ട് കാണുമ്പോ, മരണം മുൻപിലേക്ക് കടന്നു വരുമ്പോ, തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക് കാണിച്ചു തരുമടാ. ഈ പാവപ്പെട്ടവർക്ക് 2 വീട് പണിത് കൊടുക്കാനുള്ള മനസ്സ് കാണിച്ചവര്, അതിനുവേണ്ടി സദഖ കൊടുത്തവര്, അതിനുവേണ്ടി സമയം ചെലവഴിച്ചവര്, അല്ലാഹു നിനക്കിതിന് തിരിച്ചു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ആ റൂഹ് പിടിച്ച തുണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ മലക്കുകൾ കാണിച്ചു തരികയാ, വഅബ്ശിറൂ ബിൽ ജന്നാ, സ്വർഗത്തിന്റെ ചിത്രമാ. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചുറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ മോനെ, ആ സ്വർഗം നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ആ സ്വർഗം ഇങ്ങനെ കാണിച്ചു തരികയാ. അത് കണ്ട് മരിക്കാമടാ ചെറുപ്പക്കാരാ. നീ കഷ്ടപ്പെട്ടതിന്, നീ ഓടി നടന്നതിന്, നീ പ്രയാസപ്പെട്ടതിന്, ഇതിനൊക്കെ നിനക്ക് തരുന്ന പ്രതിഫലം അല്ലാഹു കാണിച്ചു തരികയാണ്. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനുള്ള ഒരു മരണമാ. അല്ലാഹുവേ, ഈമാനുള്ള ഒരു മരണം കൊടുക്കണേ അല്ലാ. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവര്, പാവപ്പെട്ടവരെ സഹായിക്കുന്നവര്, യതീമീങ്ങളെ നീ സ്നേഹിക്കുന്നവനല്ലേ, വിധവകൾക്ക് എന്തെങ്കിലും സഹായം കൊടുക്കുന്നവനല്ലേ, 10ാമത് വാർഷികത്തിലേക്ക് തയ്യാറെടുക്കുന്ന ചെറുപ്പക്കാരാ, എല്ലമീനിന്റെ പ്രവർത്തകരോട് പറയുകയാ, മോനെ, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ചെയ്തു കൊടുക്കണമടാ. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പാവങ്ങൾക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കൂ. അതിന്റെ പ്രതിഫലം നാളെ റബ്ബ് നിനക്ക് തരുമടാ. റബ്ബ് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? വയുതഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീന വയതീമ വഅസീറാ ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ.
ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ فوقاهم الله شر ذلك اليوم ولقاهم نظرة وسرورا. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത് ഈ പാവപ്പെട്ടവർക്ക് വീട് വെക്കുന്നതിന് വേണ്ടി ഒരു 5 നയാ പൈസ സദഖ കൊടുത്തവരുണ്ടോ? ഒന്ന് നിനക്ക് സ്വർഗം കാണിച്ചു തരുമടാ. മരിക്കുന്ന സമയം സ്വർഗം കണ്ടിട്ട് മരിക്കാ. എന്റെ ചെറുപ്പക്കാരെ, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമാ. അതുകൊണ്ട് നിങ്ങൾ പാവപ്പെട്ടവരെ മറക്കരുത്, യതീമീങ്ങളെ മറക്കരുത്. വിവാഹപ്രായം കഴിഞ്ഞിട്ടും ഭൂമിക്കാലത്തിറപ്പേ എനിക്കൊരു ഗ്രാമം പോലും ഇടാനില്ലല്ലോ അല്ലാ. എന്റെ വാപ്പയുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഗതി വരില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വീടിന്റെ അകത്തിരുന്ന് കരയുന്ന ഒരു പാവപ്പെട്ട പൊന്നുപോലുടെ വിവാഹത്തിന് നിന്നെ കൊണ്ട് കഴിയുന്നത് നീ കൊടുത്താ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലമെന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, നിനക്ക് അല്ലാഹു മോശമായ മരണം തരൂല, ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വരൂല, നരമ്പ് മുറിക്കേണ്ട ഗതി വരൂല, വിഷമടിച്ച് ചാകേണ്ട അവസ്ഥ തരൂല. അല്ലാഹുവേ, ആത്മഹത്യ ചെയ്യേണ്ട ഒരവസ്ഥ നിനക്ക് പടച്ച റബ്ബ് തരൂല. അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്, നിനക്ക് മോശമായ ഒരു മരണം അല്ലാഹു തരൂല. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, അല്ലാഹുവിന്റെ മുന്നിൽ ദുആ ചെയ്യാ പോകുകയാണ്, റബ്ബിന്റെ മുന്നിൽ ദുആ ചെയ്യാ പോകുകയാണ്. ഒരു സൽക്കർമ്മം ചെയ്തിട്ട് പിരിഞ്ഞുകൂടെ, ഒരു സൽക്കർമ്മം ചെയ്തിട്ട് പിരിഞ്ഞുകൂടെ. അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഈ സൽക്കർമ്മം ചെയ്യുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാ, ഒരു നല്ല മരണം തരണേ അല്ലാ.